അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി അതായത് കണ്ട നമ്മുടെ ഫാമിന്റെ പുറകില് ഫാം പണിയുമ്പോ, അതായത് 2017 നമ്മള് ഫാം ഇതേ നമ്മുടെ സാമ്രാജ്യം നിൽക്കണു കേട്ടോ. അപ്പൊ അതിന്റെ പുറകില് അന്ന് 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അന്ന് ചാണകം ഇടാന്ന് വെച്ചിട്ട് പണിതിട്ടുള്ള ഒരു കുഴിയായിരുന്നു ഇത്. പക്ഷെ ഇതുവരെ ചാണകം ഇടേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സംഭവം ടാർപ്പായ ഇട്ടിട്ട് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതിൽ മീൻ വളർത്താന്ന് വെച്ചിട്ട് ടാർപ്പായൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമ്മൾ കുളം പണിയാൻ മീൻ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇക്കൊല്ലം എന്തായാലും നമ്മൾ മീൻ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ കുളമൊക്കെ കണ്ട ആകെ ചണ്ടിയൊക്കെ അടിഞ്ഞ് അതാകെ ഡ്രൈ ആയി നാശമായിട്ടൊക്കെ എടുക്കണത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് സെറ്റാക്കി എടുക്കണം ഈ സംഭവം. അപ്പോൾ നമ്മൾ എന്താ കുഞ്ഞേ അതിലേക്ക് വീഴണ്ട കേട്ടോ. നമുക്കിത് കുറച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കിയിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളായിട്ട് യൂസ് ചെയ്യണ്ടേ. കുറച്ച് ദിവസം അടിപൊളിയായിട്ട് നമുക്ക് നീന്തലൊക്കെ പഠിക്കാനായിട്ട് സെറ്റപ്പായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ കുട്ടിപ്പട്ടാളങ്ങൾ. അപ്പോൾ ഇതിൽ ഇത് വൃത്തിയാക്കിയിട്ട് നല്ല ശുദ്ധമായ വെള്ളം അടിച്ചിട്ട് നമ്മൾ മീൻ ഇടാക്കാൻ മുമ്പ് നമുക്ക് കുറച്ച് ദിവസം സ്വിമ്മിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റല്ലേ കുട്ടാപ്പ്? സെറ്റല്ലേ? അപ്പോൾ നമുക്കിത് വൃത്തിയാക്കിയാലോ? ഓക്കെ. നമ്മൾ മീൻ പെട്ടെന്ന് സാധാരണ രീതിയിൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ മാസങ്ങളിലൊക്കെയാണല്ലോ സാധാരണ മീൻ വളർത്തൽ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇപ്പോൾ മീൻ വളർത്തൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ പിന്നിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച മീൻ മേടിച്ചു, നല്ല വില കൊടുത്ത് മാർക്കറ്റിൽ പോയിട്ടൊക്കെ നല്ല മീൻ മേടിച്ചു കൊടുത്തിട്ട് നുറുക്കുമ്പോൾ ചീഞ്ഞ മീനാണ് കിട്ടണത്. അപ്പോൾ ഒരു വാശിയായി ഈ പ്ലാനിങ് ഒരു 3 മാസത്തേക്ക് മുന്നോട്ട് വെച്ചു, നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നേരത്തെ ചെയ്യണത്. നമ്മൾ എപ്പോഴും മിക്കപ്പോഴും നമുക്ക് കിട്ടുന്ന മീനൊക്കെ ഇപ്പോൾ എന്തായിരിക്കും, ഒന്നുമില്ലെങ്കിൽ സഞ്ചയനം കഴിഞ്ഞതാ അല്ലെങ്കിൽ അടിയന്തരം കഴിഞ്ഞ മീനായിരിക്കില്ലേ കിട്ടുക. അപ്പോൾ നമ്മൾ ഫ്രഷ് മീൻ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പിടിച്ചിട്ട് വയ്ക്കുള്ള നല്ല ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയിട്ട് വരാം. നമ്മുടെ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഉപയോഗിക്കാണ്ട് കുറച്ച് കൊല്ലം വെച്ച കാരണേ അവിടെ ചെറിയ ചെറിയ ഓട്ടകൾ അത്രേ ഉള്ളൂ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊക്കോളും. അപ്പോൾ നമ്മളിത് മേടിച്ച കടയിൽ പോയിട്ട് ഇത് വല്ല സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ആ ഹോളൊക്കെ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടോയെന്ന് ചോദിക്കണം. എന്നാലും നമ്മുടെ കാര്യം നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ അത് നോക്കിയിട്ട് വേണം നമുക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാം. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഒട്ടിച്ചിട്ട് വേണം വെള്ളം നിറയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അടിയെ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഹോള് ഒട്ടിക്കാനായിട്ടേ ഇതിന്ന് തന്നെ നമ്മൾ കമ്പനിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഫെവിക്കോൾ SR വെച്ചിട്ട് ഒട്ടിക്കാനാണ് പറഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മൾ ഫെവിക്കോളിൻ്റെ SR പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് നോക്കാം. ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം കേട്ടോ. എന്താ നമുക്കപ്പോൾ നമ്മുടെ പൂളിലേക്ക് 1.25 പൈപ്പ് ഇതിൻ്റെ അടുത്തിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പൂള്. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് പൂളിലേക്ക് ശുദ്ധമായ വെള്ളം നമ്മൾ അടിക്കാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ടീ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു വാൽവ് വെച്ചിട്ട് ഇതിലേക്ക് വെള്ളം അടിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. അതെ
നമ്മുടെ കുളം നിറഞ്ഞിട്ടും കൂടി ഇല്ല. അപ്പോഴേക്കും ഇത് അടി പരന്നിട്ടുള്ള അപ്പോഴേക്കും കുട്ടിപ്പട്ടാളങ്ങൾക്ക് തിരക്കായി ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇതാ ഇപ്പൊ തന്നെ കളി തുടങ്ങി. നാളെ ഏകദേശം ഒരു 3 മണിക്കൂർ അടിച്ചാലാണ് കുളം നിറയുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ള് കുളം നിറഞ്ഞിട്ട് നാളെ ഒരു അടിപൊളി സ്വിമ്മിങ് നടത്താൻ പറ്റും. അതെ, പൂളിൽ ആരും മൂത്രം ഒഴിക്കരുതിട്ടാ. കുഞ്ഞു മൂത്രം ഒഴിച്ചാ? ഇതാ അത്രയ്ക്കും കുട്ടി പട്ടാളങ്ങള് നമ്മുടെ നീന്തല് സ്വിമ്മിങ് പൂളില് പരീക്ഷണം നടത്താനായിട്ടാ പോണത് കേട്ടാ. അറിയതല്ല ഇവിടെ ഇവിടെ മതി എല്ലാവരും. അങ്ങോട്ട് ഇറങ്ങല്ലേ, ഇങ്ങോട്ട് നീങ്ങ. ഇപ്പോ നമ്മുടെ ടാർപ്പായക്കുളം ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ശുദ്ധമായ വെള്ളം അടിച്ച് കയറ്റിയിട്ടുണ്ട് നമ്മള്. അപ്പോൾ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഇതില്. അപ്പോൾ ഇതില് നമ്മുടെ ഇന്ന് പിള്ളേർക്ക് നിൽക്കണം ചെറിയൊരു എന്റർടൈൻമെന്റും അതേപോലെ വെക്കേഷൻ അടിച്ചു പൊളിക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ സ്വിമ്മിങ് പഠിക്കല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? എല്ലാവരും നീന്തൽ പഠിക്കാനായിട്ടേ 3 കാര്യങ്ങൾ ഓർക്കണം. നമ്മള് ബ്രീത്തിങ് ശ്രദ്ധിക്കണം കേട്ടോ. മൂക്കിൽ വെള്ളം പോവാത്ത രീതിയിൽ ആ രീതിയിൽ ബ്രീത്തിങ് ഞാൻ പറഞ്ഞുതരാം എക്സസൈസ് എങ്ങനെയാന്നുള്ളത്. പിന്നെ നമ്മൾ കൈ കൊണ്ട് ചെയ്യേണ്ടത് പുള്ളിങ് കേട്ടോ. അങ്ങനെ വലിക്കില്ലേ പുള്ളിങ്, നമ്മളിങ്ങനെ പുള്ളി ചെയ്യണം കൈ കൊണ്ട്. കാലുകൊണ്ട് നമ്മൾ ചെയ്യണത് കാല് മുട്ട് മടക്കാണ്ട് ബാക്കിൽ കിക്ക് ചെയ്യുക. നമ്മള് ഫുട്ബോളൊക്കെ ഇങ്ങനെ കിക്ക് ചെയ്യുക, അതുപോലെ ബാക്കിലേക്ക് കിക്ക് ചെയ്യുക, മടക്കാണ്ട് മുട്ട് മടക്കാണ്ട് കിക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ 3 സ്റ്റെപ്പ് എല്ലാവർക്കും മറക്കാതെ ചെയ്യണം. നമ്മൾ വെള്ളത്തിൽ ആദ്യം പഠിക്കുമ്പോൾ മുങ്ങിപ്പോയാലും പേടിക്കണ്ട. ഈ പറഞ്ഞ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് പൊന്തി വരും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ആരും പേടിക്കാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പൊങ്ങട്ടെ നമ്മള് ട്യൂബൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പൊ ഇവർക്കൊരു സപ്പോർട്ടിന് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ട്യൂബ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതില് നല്ല ഇങ്ങനെ കൈയും കാലും ഇട്ട് തുഴഞ്ഞിട്ട് ബാലൻസ് ചെയ്ത് പോകുഞ്ഞി ബാലൻസ് ചെയ്യും. ചെരിഞ്ഞു കഴിഞ്ഞാൽ സെന്ററിലേക്ക് ബാലൻസ് ചെയ്യട്ടാ. ആ കൈയും കാലിട്ട് അടിച്ച് കൈ കൊണ്ട് തുഴയും, കൈ കൊണ്ട് പുള്ളി ചെയ്യും, കൈ കൊണ്ട് പറ്റണ പോലെ. ആ പോട്ടെ 2 കൈ അടിക്കും, കൈ കൊണ്ട് പുള്ളി ചെയ്യും, കൈ കൊണ്ട് തുഴയും, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് തുഴയും. ബാലൻസ് ചെയ്യട്ടെ കുഞ്ഞ ട്യൂബ്. ഒരു സൈഡിലേക്ക് ചെറിയാണെങ്കിൽ ഈ സൈഡിലേക്ക് നീക്കരുത്. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ എല്ലാവരും. ഇവിടെ വന്ന എല്ലാവരും ഇങ്ങോട്ട് വാ. ഓഫീസിലെ കുട്ടി ആരും വേണ്ട. ഓഫീസിലെ കുട്ടി മണി ഇങ്ങോട്ട് വാ. ബാക്കിൽ കാല് ലോഡ് ചെയ്ത് നിന്നേ. ബാക്കിൽ കാല് ഇതുപോലെ ബാക്കിലേക്ക് ലോഡ് ചെയ്യും. ഈ ചെമ്മരില്ലേ ആ വാളമ്മ ലോഡ് ചെയ്യും. കാല് ലോഡ് ചെയ്താ ഇങ്ങനെ പിടിക്കും. ഇങ്ങോട്ട് വാ, വീട്ടിൽ അങ്ങനെയല്ല, കുറച്ചുകൂടി ബാക്കിലേക്ക് പോ. ഒരു കാല് ബാക്കിൽ ലോഡ് ചെയ്തിട്ട് ആ ചെമ്മരുമ്മ ലോഡ് ചെയ്ത എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക, സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക. ഇനി നമ്മള് ഈ ബാക്കിൽ വെച്ച കാലില്ലേ അവിടെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ആയണം കേട്ടാ. ആ കാല് പ്രസ് ചെയ്തിട്ട് മെല്ലെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ കൈ ഇങ്ങനെ അടിക്കുക, കാല് 2 അടിക്കുക കേട്ടാ. തീരെ പറ്റണല്ലേ മാത്രം മുങ്ങിയാ മതി കേട്ടാ. ഓക്കെ അല്ലേ? വായ കൂടെ ശ്വാസം വലിച്ചിട്ട് മൂക്കി കൂടെ വിടുക കേട്ടാ. വായ കൂടെ ശ്വാസം വലിക്കുക, മുകളിൽ വെച്ചിട്ട് പിന്നെ അടി കൂടെ വെച്ചിട്ട് പോയാലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ആ ഇങ്ങനെ പിടിക്ക്. ഒറ്റ ആയില്ല അങ്ങടെ ആയ കേട്ടാ. അങ്ങനെ ട്രൈ ചെയ്യേ. അതേപോലെ ട്രൈ ചെയ്യേ. നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ആയി അതപ്പോ ഇവിടെ വന്നിട്ട് വായ ഇനി ഇങ്ങോട്ട് വാ.
കയ്യും കാലും കടിക്കോ നീന്ത് ആ നീന്ത് 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 കൈയിട്ടടിക്ക് നീന്ത് 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 കൈകാലിട്ടടിക്ക് ആ നീന്ത് നീന്തിക്കോ കുറച്ച് പഠിച്ചില്ലേ ലേശം ആ കുട്ടാപ്പു അതന്നെ പഠിച്ചു കുട്ടാപ്പു നീന്തിട്ടാ അപ്പൊ നമ്മുടെ കുട്ടിപ്പണ്ടാളെ നമ്മൾ 2 മാസം കൊണ്ട് നമ്മൾ നീന്തൽ പഠിപ്പിക്കൂട്ടോ. അവര് എങ്ങനെ എവിടെ പോയിട്ട് വെള്ളത്തിൽ വീണാലും സ്വയം രക്ഷപ്പെടാനുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ 2 മാസം വെക്കേഷന് ശേഷം അവർ നീന്തണന്റെ വീഡിയോ ആയിട്ട് നമ്മൾ വേറെ വരും. അപ്പൊ അതുവരേക്കും ബൈ ബൈ.